ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് വർഷ ചെയ്തിരിക്കുന്നത്. അത് കണ്ടിട്ട് എന്തോ പരിഹസിക്കുന്ന രീതിയിൽ നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും ആ ഒരു നോട്ടവും അതും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാം തികഞ്ഞു. നമ്മുടെ രേവതിക്ക് തൃപ്തിയായി. ഏതായാലും 2000 രൂപ കൊടുത്തിട്ട് വർഷയുടെ വഴിക്ക് പോയി. പക്ഷെ വർഷയ്ക്ക് മനസ്സിൽ വേറൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വർഷയ്ക്ക് വേറൊന്നുമല്ല, തന്റെ സഹോദരിക്ക് കൊടുക്കുന്നത് പോലെയാണ് കൊടുത്തത്. എങ്കിൽ പോലും അവിടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ് കേട്ടോ. നാണമില്ലല്ലോടി നിനക്ക്. അല്ല, ഇതായിരുന്നല്ലേ? അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പൈസ തന്നാല് ചിലപ്പോ നീ സുധിയുടെ ഡ്രസ്സും കൂടെ അലക്കുമായിരിക്കൂലേ? എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് പൈസ തരാം. എന്റെ സുധിയുടെ ഡ്രസ്സും കൂടെ നീ അങ്ങോട്ട് അലക്ക. ഇനിയിപ്പോ വലിയ പൈസക്കാരി ആയല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങനെ 2 പേരും അങ്ങോട്ട് നമ്മുടെ രേവതിനെ ഇട്ട് വാരുകയാണ് കേട്ടോ. രേവതി ആ വീട്ടിൽ വെറും ഒരു വേലക്കാരി ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു സംസാരമാണ് സംസാരിക്കുന്നത്. വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെ അല്ലേടി നിനക്ക് അവള് പൈസ തന്നത്. അപ്പൊ നീ അവളുടെ വേലക്കാരി അല്ലേടി? അങ്ങനെ ഇരിക്കട്ടെ. വെറുതെ അല്ല, നീ പൈസ കിട്ടാൻ വേണ്ടിയല്ലേ അവളുടെ പുറകെ ഇങ്ങനെ നാണം കെട്ട് നടക്കുന്നത്. എനിക്ക് മനസ്സിലായി എന്നൊക്കെ ചന്ദ്രയും. ഇതൊക്കെ കേട്ട് വളരെ അസ്വസ്ഥതയായിട്ട് നമ്മുടെ രേവതി അകത്ത് കയറി പോയി. രേവതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം രേവതിക്ക് വേറൊന്നും ആ ഒരു സമയത്ത് പറയാൻ മനസ്സിൽ വന്നില്ല. അത്രയും നേരം തറുതല പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ തറുതലയൊന്നും അല്ല, ഉരുളക്കുപ്പേരി എന്നതുപോലെ തന്നെ തക്ക മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ രേവതി കുറച്ചു നേരത്തേന് സ്തംഭിച്ചു പോയി. നേരെ അകത്തേക്ക് കയറി പോയി കേട്ടോ. വല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യാനാണ്? ഏതായാലും ഇതൊക്കെ കഴിയുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രശ്രുതിയോട് പറയുന്നുണ്ട്, ഏതായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു മോളെ. ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ അവൾക്ക് കിട്ടിയില്ലോ ഇങ്ങനൊരിത്. അത് തന്നെയാ നല്ലത്. രണ്ടുപേരും എന്നതാ ആട്ടയും ചക്കരയും പോലെ അല്ലായിരുന്നോ? രേവതി പറയുന്നതേ വർഷ കേക്കൂ, വർഷ പറയുന്നത് രേവതി കേക്കും. എന്തൊക്കെയായിരുന്നു. ഇനി ഇപ്പോഴുണ്ടല്ലോ വർഷയോട് അവൾക്ക് സ്നേഹമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി വർഷ എന്നെ പഴയതുപോലെ പരിഗണിക്കാനും പോകുന്നില്ല. അവളുടെ മനസ്സിന് നന്നായിട്ട് അത് ഏറ്റിട്ടുണ്ട്. അവൾ ഈ വീട്ടിലെ വേലക്കാരി പോലെ ആയി പോയില്ലേ? അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറി വരിക. ശ്രീകാന്ത് ദേഷ്യം ഒന്ന് കലി മൂത്താട്ടോ കയറി വരുന്നത്. നീ എന്ത് പരിപാടിയാടി വർഷ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് അപ്പോഴേക്കും പറഞ്ഞു, എന്ത് പരിപാടി? ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ ശ്രീകാന്തേ? ഞാനിവിടെ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കുക. എനിക്ക് നെയിൽ പോളിഷ് ഇടണം. ഇച്ചിരി നെയിലൊക്കെ ഇച്ചിരി ക്ലീൻ ആക്കാനുണ്ട്. നേരത്തെ ശ്രുതി ചേച്ചി ക്ലീനൊക്കെ ആക്കി തന്നു. എപ്പോഴും പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇടാന്ന് വെച്ചു. അല്ല, ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് മനസ്സിലായിരുന്നല്ലോ. നീ എന്താടി കാണിക്കുന്നത്? നീ രേവതി ചേച്ചിനെ എങ്ങനെയാടി കാണുന്നത്? നീ ഓർത്തോ രേവതി ചേച്ചി എന്താ ഈ വീട്ടിൽ ആരാന്നാ നിന്റെ വിചാരം? ഈ വീട്ടിലെ ഉണ്ടല്ലോ ആദ്യം കയറി വന്ന മരുമകള് രേവതി ചേച്ചിയാ. ആ രേവതി ചേച്ചീനെ നീ മറന്നാ നീ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ രേവതി ചേച്ചിനെ എന്ത് രേവതി ചേച്ചി എന്നല്ലാട്ടോ, ഏടത്തി നട്ടോ നമ്മുടെ ശ്രീകാന്ത് പറയുന്നത്. ഞാൻ രേവതി ചേച്ചിനെ എന്ത് ചെയ്തെന്ന ശ്രീകാന്ത് ഈ പറയുന്നത്? അല്ല, നീ ഇന്ന് ഏടത്തിക്ക് പൈസ കൊടുത്തോ? ഞാൻ പൈസ കൊടുത്തു. അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല, എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഒന്ന് ഓർത്തു നോക്കാം. ഇവിടെയുള്ള എല്ലാവരുടെയും ജോലി രാവെന്നോ പകലൊന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട രേവതി ചേച്ചി ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ കാര്യം, ശ്രീകാന്തിന്റെ കാര്യം, അച്ഛന്റെ അമ്മയുടെയും പിന്നെ ആ കുടിയനായ സച്ചിയേട്ടന്റെ കാര്യം, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ട് പാവത്തിന് ആരും ഒന്നും ചെയ്യുന്നില്ല. ആരും ഒരു എന്തെങ്കിലും വേണോന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേച്ചി മേടിച്ചോട്ടെ, ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ. അപ്പൊ ഞാനൊരു 2000 രൂപ എടുത്തു കൊടുത്തു. അതിനിപ്പോ എന്താ തെറ്റ്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊരു തെറ്റുമില്ല. പക്ഷേ നിന്റെ ഏറ്റവും വലിയ കുറ്റവും കുറവും ഇതാ. നീ ഉണ്ടല്ലോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് അറിയാതെ നിനക്ക് തോന്നുന്നതാ നീ ചെയ്യുന്നത്. ഇതെന്താ പറയുന്നത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നോക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നതല്ലേ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു ജീവിതമുള്ളൂ. അതിൽ പിന്നെ എനിക്ക് തോന്നുന്നല്ല, അത് പിന്നെ മറ്റുള്ളവർക്ക് തോന്നുന്നു ഞാൻ ചെയ്യണോ? ശ്രീകാന്ത് എന്താന്ന് വെച്ചാൽ തെളിച്ചു വരാം. നീ കൊടുത്തത് മോശമായി പോയി. അങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ല, വേലക്കാരിയുടെ സ്ഥാനത്തല്ലേ അപ്പൊ നീ ഏടത്തിനെ കണ്ടത്? ഏടത്തിയോട് നിനക്ക് സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങനെയാ ചെയ്യേണ്ടത്. ഇതെന്താ ശ്രീകാന്ത്? വേലക്കാരിക്ക് മാത്രമേ പൈസ കൊടുക്കത്തുള്ളൂ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെയൊക്കെ കണ്ണില എല്ലാം തെറ്റും കുറവുകളും ഒക്കെ. എന്റെ കണ്ണിൽ ഒരു തെറ്റുമില്ല, ഒരു കുറവുമില്ല. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ആ സഹോദരിക്ക് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പൈസ കൊടുക്കും. കാരണം ആ സഹോദരിക്ക് ജോലി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൈസ കൊടുക്കും. ഞാനൊരു സഹോദരിയായിട്ട് തന്നെയാ
ഞാൻ രേവതി ചേച്ചിനെ കണ്ടത്. അതുകൊണ്ട് ഞാൻ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തു. അപ്പോഴത്തേക്കുമാണ് ശ്രീകാന്ത് പറയുന്നത്, നിനക്ക് എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറത്തില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വീട്ടില് ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ അമ്മ നിന്റെ ഡ്രസ്സ് അലക്കുന്നുണ്ട്, നിന്റെ എല്ലാ ജോലി ചെയ്യുന്നുണ്ടല്ലോ, നീ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? അമ്മയ്ക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ ശ്രീകാന്തേ, അമ്മയ്ക്ക് ആവശ്യത്തിന് പൈസ ഇല്ലേ? അതുപോലെയാണോ രേവതി ചേച്ചിക്ക്? രേവതി ചേച്ചി സാമ്പത്തികം ഒന്നും ഇല്ലാത്ത വീട്ടിലെ അല്ലേ, നമ്മളല്ലേ ഇടയ്ക്കിടയ്ക്ക് കൈ എറിഞ്ഞ് സഹായിക്കേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും നീ ചെയ്തത് വളരെ മോശമായി പോയി. അത് രേവതി ചേച്ചിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കിയെന്നറിയോ? അല്ല, ഇതാരാ ഇപ്പൊ ശ്രീകാന്തിനോട് പറഞ്ഞത്? അതാരും ആയിക്കോട്ടെ, ഏതായാലും വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. ഞാൻ എങ്ങനെ ഇനി രേവതി ചേച്ചിയുടെ മുഖത്ത് നോക്കും? നീ മുഖത്ത് നോക്കണ്ട രേവതി ചേച്ചിനെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അതെ, നീ ഒരു കാര്യം ചെയ്യുക, കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കിവിടെ നെയിൽ പോളിഷ് ഇടണം, എനിക്ക് തലവേദന എടുക്കുക. നീ ഇപ്പൊ നെയിൽ പോളിഷ് ഇടണ്ട, ഒന്നും വേണ്ട, ലൈറ്റ് അണയ്ക്കണം, എനിക്ക് വെട്ടം കാണാൻ പറ്റില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം. ശ്രീകാന്ത് കയറി കിടക്കുക, എനിക്കിപ്പം നെയിൽ പോളിഷ് ഇടണം എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞു ഒരാൾ സ്വിച്ച് ഓഫ് ആക്കുന്നു, ഒരാൾ സ്വിച്ച് ഓൺ ആക്കുന്നു, ഒരാൾ സ്വിച്ച് ഓഫ് ആക്കുന്നു, ഒരാൾ സ്വിച്ച് ഓൺ ആക്കുന്നു. ഇതേ രീതി പൊക്കോണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചി കയറി വരികയാണ് കേട്ടോ. രേവതിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി, ആ രാവിലത്തെ പ്രസാദമൊന്നും ഇല്ല മുഖത്ത്. സ്വന്തം ഭാര്യയുടെ മുഖം മാറുമ്പോഴത്തേക്കും ഏതൊരു ഭർത്താവിനും മനസ്സിലാവുമല്ലോ. രാവിലെ പോയിട്ട് വൈകിട്ട് കയറി വരുമ്പം മൂദേവി പോലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താക്കന്മാർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിയുടെ മുഖം ഇങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എന്തു പറ്റി, എന്താ മുഖത്തൊരു വൈഗ്ലഭ്യം പോലെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ജോലി കിട്ടി. നിനക്ക് ജോലി കിട്ടിയെന്നോ? എനിക്ക് ജോലി കിട്ടി, അതിന്റെ ശമ്പളം ഇത് 2000 രൂപ. 2000 രൂപയോ? അല്ല, നിനക്ക് എന്ത് ജോലി കിട്ടാനും? നീ അമ്മയ്ക്ക് പൂവും കായും ഒക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്, നീ പൈസയും മേടിക്കുന്നില്ല, അവർക്കൊരു സഹായമായിട്ടാണ് നീ ചെയ്യുന്നത്. പിന്നെ നിനക്ക് എന്ത് ജോലി കിട്ടിയെന്ന് നീ പറയുന്നത്? എനിക്ക് ജോലി തന്നു, ഈ വീട്ടിലുള്ളവർ തന്നെ എനിക്ക് ജോലി തന്നു. ഞാനിവിടെ എല്ലാ പണിയും രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യല്ലേ, അതിനുള്ള കൂലിയായത്. അതിനുള്ള കൂലിയോ? നിന്റെ വീട്ടില് നീ ജോലി ചെയ്യുന്നതിന് എന്തിനാ നിനക്ക് കൂലി? നീ എന്താ രേവതി പറയുന്നത്? അങ്ങനെയൊക്കെയാ. ഞാനിപ്പോ ഈ വീട്ടിലൊരു വേലക്കാരിയാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി സച്ചേട്ടാ. നേരത്തെ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തത് എന്റെ സ്വന്തം വീടും എന്റെ സ്വന്തം ആൾക്കാരും വന്ന് ഓർത്താ. പക്ഷെ അവരൊന്നും അങ്ങനെയല്ല എന്നെ കാണുന്നത്, അതെനിക്ക് മനസ്സിലായി. രേവതി, ഇതാരാ നിനക്ക് തന്നത്? അത് പിന്നെ ഇത് തന്നത് വർഷ. ഓഹോ, അവക്കല്ലേലും തലയ്ക്ക് അഹങ്കാരം പിടിച്ച് നടക്കുകയാണല്ലോ. അവക്ക് പണത്തിന്റെ ഖുങ്ക്. എടി രേവതി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ആ പെണ്ണിനെ തലയ്ക്ക് പണം ഉള്ളതിന്റെ കനമാണെന്ന്? എന്നിട്ടാ അവൾ ഈ പൈസ നിന്റെ കൈ കൊണ്ടു തന്നത്. നിനക്കിപ്പൊ മനസ്സിലായില്ലേ? നിനക്ക് ഈ പൈസ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറയത്തില്ലായിരുന്നോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിന്നോ? അത് പിന്നെ സച്ചേട്ടാ, ആ ഒരു സമയം ഞാൻ എന്താ പറയേണ്ടത്? ശ്രുതിയുടെയും അമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ച് തൊലി ഉരിയുന്നത് പോലെ ആയിരുന്നു എനിക്ക്. എന്തോ ഞാൻ ഈ വീട്ടിലെ വേലക്കാരി ആയതുപോലെ. അങ്ങനെയാണോ സച്ചേട്ടാ ഞാൻ ഈ വീട്ടിലെ എല്ലാവർക്കും ജോലി ചെയ്ത് കൊടുക്കണത്? എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും എൻ്റെ അനിയനും എൻ്റെ ചേച്ചിക്കും ഒക്കെ എൻ്റെ അനിയത്തിക്കും ഒക്കെ ജോലി ചെയ്യുന്നത് പോലെ അല്ലേ ഞാൻ ഈ വീട്ടിലെ എല്ലാവർക്കും ജോലി ചെയ്യുന്നത്? ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ഈ വീട്ടിലെ എല്ലാവരും എനിക്കിട്ടത് വേലക്കാരിയുടെ സ്ഥാനമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ചിരിച്ചുകൊണ്ടൊക്കെ പറയുക. നമ്മുടെ സച്ചിക്ക് ഇത് സഹിക്കുമോ? സച്ചി പറഞ്ഞു, അവളോട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ചോദിക്കുമൊന്നും വേണ്ട. ഇനി ഇതിന്റെ പേരിൽ സച്ചേട്ടാ ഒരു വഴക്കുണ്ടാക്കണ്ട, എന്തിനാ വെറുതെ. പിന്നെ അവരുടെ ജീവിതത്തിലും അത് ചിലപ്പം കല്ലുകടിയൊക്കെ ആയിട്ട് മാറും. വേണ്ട, അതിന്റെ കാര്യമില്ല. പിന്നെ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിരുന്നു, ശ്രീകാന്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമായിരിക്കും. ഇനിയിപ്പം അത് പറഞ്ഞു വഷളാക്കി കുളവാക്കി വേണ്ട, അവരുടെ ജീവിതം വെറുതെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, കിടന്നുറങ്ങ. പോട്ടെ, ഞാനാണ് രാവിലെ മുതൽ പണിയെടുത്ത് മടുത്തു, എനിക്ക് ഉറക്കം വരിക എന്ന് പറഞ്ഞ് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ ഇരുന്ന് കേട്ടോ. ഇരുന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങോട്ട് നീങ്ങി വരാൻ പറഞ്ഞു. നീങ്ങി നമ്മുടെ രേവതി ചെന്നു. അങ്ങനെ രേവതിനെ കെട്ടിപ്പിടിച്ച് രേവതിനെ ഈ നെഞ്ചിലങ്ങ് കിടത്തിയിട്ട് പറഞ്ഞു, അതെ ഞാനൊരു പാട്ട് പാടി തരട്ടെ? ഏതായാലും നിനക്ക് ക്ഷീണമല്ലേ, പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഉറങ്ങും. ഞാനേതായാലും നല്ലൊരു പാട്ട് പാടാന്ന് പറഞ്ഞപ്പം പാട്ടൊന്നും പാടണ്ട സച്ചേട്ടാ, പാട്ടൊന്നും പാടേണ്ട കാര്യമില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണി ചെയ്യുന്ന എനിക്കാണോ? കിടക്കപ്പ കണ്ടാൽ മതി, ഞാൻ അപ്പോൾ ഉറങ്ങിക്കോളും സച്ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഇങ്ങനെ തട്ടി ഇരുന്നു. രേവതി പതുക്കെ കണ്ണടച്ച് അങ്ങ് കിടന്നുറങ്ങി. നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുക. ഇനി എന്ത് ചെയ്യും നമ്മുടെ രേവതിയുടെ വിഷമം മാറ്റാന്? അതെ, സച്ചി ചെയ്യുന്നുണ്ടൊരു വലിയ കാര്യം, നമ്മുടെ രേവതിയുടെ പിണക്കം മാറ്റാനും പക്ഷയുടെ ഒക്കെ ആ ഒരു സൂക്കേടിനുള്ള പകരവും. അത് വേറൊന്നും അല്ലാട്ടോ, അതൊക്കെ ഞാൻ പറയാം. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയും ലക്ഷ്മിനെയും ദേവുവിനെയാണ്. അവര് ഭയങ്കര ഉറക്കാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ആരോ വാതിൽ തുറക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടുകയാണ്. പടപടപടവേന്ന് പറഞ്ഞ് ഭയങ്കര തട്ട്. പേടിച്ചു പോയി നമ്മുടെ
ലക്ഷ്മി പെട്ടെന്ന് എണീറ്റിട്ട് അതെ ദേവു ആരോ വന്നു വാതിലിട്ട് അടിക്കുന്നു, എനിക്ക് തോന്നുന്നത് പലിശക്കാരനാന്ന് തോന്നുന്നു, അയാൾ മിക്കവാറും ജയിലിൽ നിന്ന് ഇറങ്ങിക്കാണും, ജാമ്യം കിട്ടിക്കാണും എന്ന് പറയുമ്പോൾ ശരത്ത് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടേ ഉള്ളൂല്ലോ, അത്ര ധൈര്യമോ എന്നും പറഞ്ഞ് കമ്പും കോലൊക്കെ ആയിട്ടാണ് ഇവർ വാതിൽ ചെന്ന് തുറക്കുന്നത് കേട്ടോ. ആരാന്നറിയത്തില്ലല്ലോ, അതും നട്ടപ്പാതി രാത്രി, നേരം വെളുത്തൂന്ന് വേണമെങ്കിൽ പറയാം, 2 മണി 3 മണിയോളമൊക്കെ ആയേ. ഈ ഒരു സമയത്താണ് പതിയെ കമ്പും കോലൊക്കെ വെച്ചിട്ട് വാതിൽ തുറന്നു അടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയത്. ദേ നിൽക്കുന്നു നമ്മുടെ സച്ചി. പെട്ടെന്ന് ഇവര് വടി താഴെ ഇട്ടിട്ടെ ഇതാരാ സച്ചിയേട്ടനോ? അപ്പം പെട്ടെന്ന് ലക്ഷ്മി ഇത് മോനെ സച്ചി മോനെ, നീ എന്താ ഈ സമയത്ത്? അയ്യോയ്യോ എന്നെ തല്ലിക്കൊല്ലല്ലേ, ഞാൻ കള്ളനല്ലേ എന്ന് പറഞ്ഞു. വാ മോനെ കയറി വാ. അത് പിന്നെ ഞാനോർത്തു ഇനിയിപ്പോ ആ പലിശക്കാരൻ ആ പലിശക്കാരൻ ഇനി ഈ ജന്മത്ത് ഈ വഴി വരാൻ പോകുന്നില്ല. അതെ എല്ലാവരും പെട്ടെന്ന് എണീക്ക്, എല്ലാവരും റെഡിയായിക്ക്, കുളിച്ചൊരുങ്ങി എല്ലാവരും റെഡിയാകുക. ഈ നട്ടപ്പാതിരിക്ക് കയറി വന്നിട്ട് അല്ല രേവതി രേവതിനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ അവളിപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പൊ രേവതി ചേച്ചി അറിയാതെയാണോ സച്ചിയേട്ടൻ വന്നതെന്ന് ദേവ് ചോദിച്ചു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു അതെ ഞാൻ രേവതി അറിയാതെ വന്നത്, പെട്ടെന്ന് ഒരുങ്ങാനാ പറഞ്ഞത്, ഒരു സ്ഥലം വരെ നമുക്ക് പോകണം. പിന്നെ ശരത്തെ ഈ ലിസ്റ്റിൽ പറയുന്ന സാധനങ്ങളെല്ലാം നീ ഇപ്പം തന്നെ സെറ്റാക്കണം, ഏതായാലും വെളുപ്പിന് ഒരു 8 മണിക്ക് മുമ്പ് ഇതെല്ലാം റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവ് ചോദിച്ചു എന്താ സച്ചിയേട്ടാ എവിടെയോ പോകുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ പറയാന്നേ, നിങ്ങളോട് ഒരുങ്ങാനല്ല പറഞ്ഞത്, പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ സച്ചിയുടെ കൂട്ടുകാരനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഏതായാലും കൂട്ടുകാരനെ കുറെ പേരെയൊക്കെ വിളിക്കുന്നുണ്ട്. വലിയൊരു സർപ്രൈസ് തന്നെയാണ് നമ്മുടെ രേവതിക്ക് വേണ്ടി ഒരുക്കി വെക്കണത്. ഏതായാലും ഇവിടത്തെ സെറ്റാക്കലെല്ലാം കഴിഞ്ഞ് നേരെ ചെന്ന് ചന്ദ്രോദയത്തിൽ നിന്ന് ചന്ദ്രനെയും രവീന്ദ്രനെയൊക്കെ വിളിച്ചെണീപ്പിച്ച് അവരെയും ഒരുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞ് അയക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതിക്ക് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി രേവതിനെയും വിളിച്ചു പൊക്കി രേവതിക്ക് ഒരു മുല്ലപ്പൂ ഒക്കെ ചൂടിച്ച് സാരിയൊക്കെ ഉടുപ്പിച്ചൊക്കെയാണ്. നമ്മുടെ സാരി ഉടുപ്പിക്കുന്നില്ല, രേവതി സാരി ഉടുക്കുന്നു. അപ്പം സച്ചി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ജനറൽ പ്രമോയിൽ നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ എന്താ സംഭവം എന്നൊക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും. ഏതായാലും കാത്തിരിക്കുക. അപ്പം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും നമ്മുടെ വിശേഷം നാളെ അവസാനിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പം നാളെ രാവിലെ നമ്മൾ കറക്റ്റ് 6:53 ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇന്ന് വൈകിട്ട് നമ്മളൊരു 9:30 ആകുമ്പോഴത്തേക്കും നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ വിശേഷവും ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.